അർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സഹകരണ നിയമ ഭേദഗതി 2023 ഇതിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഏതെല്ലാം സെക്ഷനുകളിലാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്, അതെന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അതിൻ്റെ അവസാന ഭാഗമാണ്. 18ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് തരുന്നത്. ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ സഹകരണ നിയമത്തിൽ വന്നിട്ടുള്ള അമെൻഡ്മെൻറ്റ്സ് എല്ലാം പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ബുക്കുകളിൽ ഈ ഭേദഗതികൾ, മാറ്റങ്ങൾ വരുത്തി വെച്ച് പഠിക്കേണ്ടതാണ്. പുതിയ അമെൻഡ്മെൻറ്റ്സ് ഉള്ള ടെസ്റ്റൊക്കെ ഇറങ്ങുന്നവരെ നമുക്കതേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന സഹകരണ മത്സര പരീക്ഷകൾക്കെല്ലാം തന്നെ ഈ ഭേദഗതി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ടത് കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 94 ആദ്യമായിട്ട് നോക്കുന്നത്. സെക്ഷൻ 94 എന്ന് പറയുന്നത് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്, കുറ്റങ്ങളും പിഴകളും. അതിനെപ്പറ്റിയാണ് സെക്ഷൻ 94 പറഞ്ഞിരിക്കുന്നത്, ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. അതിൽ ഒഫൻസസിൽ സബ്സെക്ഷൻ 2 ഫോർ ദ വേർഡ്സ് 2000 the words 5000 shall be substituted. അപ്പോൾ ഇതിനകത്ത് ഈ ശിക്ഷ ഓരോ കുറ്റങ്ങൾക്കുള്ള പിഴ ഈടാക്കുന്നതിനുള്ള ഇതിനെപ്പറ്റിയാണ് ഓരോ സബ്സെക്ഷനിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ പിഴ ഈടാക്കുന്നതിനുള്ള നിലവിലുണ്ടായിരുന്ന നിരക്ക് മാറ്റിയിട്ടുണ്ട്, ആ തുക മാറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഈ 94ാമത്തെ വകുപ്പിലെ മാറ്റങ്ങൾ. അപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. സബ്സെക്ഷൻ 2-ൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനി പേഴ്സൺ ക്യാരിയിങ് ഓൺ എനി ട്രേഡ് ഓർ ബിസിനസ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് സബ്സെക്ഷൻ 1 ഷാൽ ബി പണിഷബിൾ വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 2000 rupees എന്നാണ് നിലവിലുണ്ടായിരുന്നത്. അത് 5000 എന്ന്. അപ്പം രണ്ടാം വകുപ്പിലെ 2000 എന്ന വാക്കിന് പകരം 5000 എന്ന വാക്കാണ് ചേർക്കേണ്ടത്. 2000 എന്നുള്ള തുകയ്ക്ക് പകരം 5000. അതായത് സംഘത്തിൻ്റെ ഒന്നാം ഉപവകുപ്പിന് വിരുദ്ധമായിട്ട് ഒന്നാം ഉപവകുപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ പേഴ്സൺ അതർ ദാൻ എ സൊസൈറ്റി ഷാൽ ട്രേഡ് ഓർ ക്യാരി ഓൺ ബിസിനസ് അണ്ടർ എനി നെയിം ഓർ ടൈറ്റിൽ ഓഫ് വിച്ച് ദ വേർഡ് കോഓപ്പറേറ്റീവ് or its equivalent in any Indian language in part without the sanction of the government. അപ്പോൾ ഒരു സംഘമല്ലാതെ യാതൊരു വ്യക്തിയും വാണിജ്യമോ അല്ലെങ്കിൽ വ്യാപാരം നടത്തുന്നതിൻ്റെ ഏതെങ്കിലും പേരോ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിങ്ങോ സഹകരണം എന്ന പദം അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഏതെങ്കിലും വാക്കോ ഏതൊരു ഇന്ത്യൻ ഭാഷയിലും സർക്കാർ അനുമതി ഇല്ലാതെ ഏതെങ്കിലും പേരിൻ്റെ ഭാഗമായി ചേർക്കാൻ പാടില്ല എന്നാണ് ഈ ഒഫൻസസിലെ സബ്സെക്ഷൻ 1-ൽ 94ാമത്തെ സെക്ഷനിലെ സബ്സെക്ഷൻ 1-ൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും ഒരു വ്യാപാരമോ അല്ലെങ്കിൽ വാണിജ്യമോ തുടങ്ങുകയാണെങ്കിൽ, അത് കോർപ്പറേഷൻ എന്നുള്ള അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എന്നുള്ള പേര് ചേർത്തുകൊണ്ട് അതിൻ്റെ പേരിൽ തുടങ്ങുകയാണെങ്കിൽ 2000 രൂപയായിരുന്നു നിലവിൽ അതിനുള്ള പെനാൽറ്റി. അത് 5000 രൂപയാക്കി മാറ്റി. ഇനി അടുത്തത് സബ്സെക്ഷൻ 3. സബ്സെക്ഷൻ 3-ൽ എനി മെമ്പർ ഓർ പാസ്റ്റ് മെമ്പർ ഓർ ദ നോമിനി, ഹെയർ ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ ഓഫ് എ സൊസൈറ്റി ഹു കോൺട്രാവെൻസസ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 35 by disposing of any property in respect of which the society is entitled to have a first charge under that section or does any other act to the prejudice of such claim shall be punishable with the fine which may extend to 2000 rupees. അതായത് സംഘത്തിന് ആദ്യ അവകാശം, ഫസ്റ്റ് ചാർജ് ഉള്ള വസ്തു കൈമാറ്റം ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റിയാണ് പറയുന്നത്.
അത് 2000 എന്നായിരുന്നു നിലവിൽ, അത് 5000 മാറ്റി. അതാണ് മൂന്നാമത്തെ സബ്സെഷൻ പറഞ്ഞിരിക്കുന്നത്. അതും 2000 5000 മാറ്റി. അടുത്ത സബ്സെഷൻ 4-ൽ ഫോർ ദ വേർഡ്സ് 5000 ദ വേർഡ്സ് 10,000 ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ നാലാമത്തെ വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത് ദി കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഓർ ആൻ ഓഫീസർ ഓർ മെമ്പർ thereof willfully making a false return or furnishing false information or failing to produce cash balance on demand or failing to make the records available for audit, inquiry or inspection, or any person willfully or without any reasonable excuse disobeying any summons, requisition or lawful written order issued under the provisions of this act, or willfully not furnishing any information required from him by a person authorized in this behalf under the provisions of this act shall be punishable with a fine which may extend to 5,000 rupees. അത് 10,000 ആയിട്ട് മാറ്റി. അതായത് മനഃപൂർവ്വം ആയിട്ടുള്ള തെറ്റായ വിവരങ്ങൾ, മനഃപൂർവ്വമായി തെറ്റായ വിവരങ്ങൾ കൊടുക്കുക, ആവശ്യപ്പെടുമ്പോൾ നീക്കിയിരിപ്പ് തുക ഹാജരാക്കാതിരിക്കുക, ആഡിറ്റ് അതുപോലെ അന്വേഷണ വിചാരണ പരിശോധനയ്ക്ക് ആവശ്യമായ റെക്കോർഡുകൾ രേഖകൾ കൊടുക്കാതിരിക്കുക, അതുപോലെ ഈ നിയമപ്രകാരം പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും സമൻസുകൾ ഉത്തരവുകൾ തുടങ്ങിയ മനഃപൂർവ്വം അവഗണിക്കുക, അതുപോലെ ഈ സഹകരണ നിയമപ്രകാരം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് ആവശ്യമായ വിവരങ്ങൾ മനഃപൂർവ്വം നൽകാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഘത്തിൻ്റെ കമ്മിറ്റിക്കോ ഓഫീസർക്കോ ശിക്ഷയായിട്ട് 5000 രൂപ വരെ പിഴ ചുമത്താവുന്നതാണെന്നുള്ളത്. അത് 10,000 മാറ്റി, 5000 10,000 മാറ്റി. അനുസരിക്കാതിരിക്കുന്നതിനുള്ള ശിക്ഷയാണ്. അത് 5000 10,000 മാറ്റിയിരിക്കും. ഇനിയും അടുത്തത് ഇൻ സബ്സെഷൻ 4A 4Aയിൽ അതും 5000 എന്നുള്ളത് 10,000 മാറ്റി. 4Aയിൽ പറയുന്നത് ഫോർ ദ വേർഡ്സ് 5,000 ദ വേർഡ്സ് 10,000 ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്നാണ് 4Aയിൽ പറയുക. എനി ഓഫീസർ ഓർ കസ്റ്റോഡിയൻ വിൽഫുള്ളി ഫെയിൽസ് ടു ഹാൻഡ് ഓവർ കസ്റ്റഡി ഓഫ് ബുക്സ്, അക്കൗണ്ട്സ്, documents, records, cash, security or other property belonging to a society of which he is an officer or custodian to an authorized officer such as administrator, administrative committee, liquidator, auditor or to any person authorized in this behalf by the registrar or by the DCA shall be punishable with the imprisonment for a term which may extend to 1 year or with the fine which may extend to 5,000 rupees or with both എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഏതെങ്കിലും ഓഫീസറോ അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരൻ അയാളുടെ കസ്റ്റഡിയിലുള്ള ബുക്കുകൾ, കണക്കുകൾ, പ്രമാണങ്ങൾ, രേഖകൾ, അതുപോലെ മറ്റ് ഈടുവസ്തുക്കൾ, സംഘത്തിൻ്റേതായിട്ടുള്ളവയെല്ലാം മനഃപൂർവ്വമായി ചുമതലപ്പെട്ട ഓഫീസർമാരായ അഡ്മിനിസ്ട്രേറ്റർ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, അതുപോലെ ലിക്വിഡേറ്റർ, ആഡിറ്റർ അല്ലെങ്കിൽ ഈ കാര്യത്തിലേക്കായിട്ട് രജിസ്ട്രാർ അല്ലെങ്കിൽ സഹകരണ ആഡിറ്റ് ഡയറക്ടർ ചുമതലപ്പെടുത്തുന്ന വ്യക്തിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ശിക്ഷയായിട്ട് 1 വർഷം വരെ നീളാവുന്ന തടവോ അല്ലെങ്കിൽ 5000 രൂപ വരെയുള്ള തുക പിഴയായോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടാവുന്നതാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കൈവശമുള്ള ബുക്കുകൾ, കണക്കുകൾ തുടങ്ങിയവ കൈമാറിയിട്ടില്ല എങ്കിൽ ഈ 5000 രൂപ എന്നുള്ള ഫൈന് 10,000 മാറ്റി. അതാണ് പറഞ്ഞിരിക്കുന്നത്. 5,000 10,000 മാറ്റിയെന്നാണ് 4A എന്ന് പറയുന്ന സബ്സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് 5 സബ്സെക്ഷൻ 5 5ന് മുമ്പായിട്ട് 4Bയിലുണ്ട്. 4B സബ്സെക്ഷൻ 4B for the words 1,000 the words 5,000 shall be substituted. 4Bയിൽ പറഞ്ഞിരിക്കുന്നത് whoever before, during or after the election of members of the committee or of officer bearer or of delegates indulges in or adopt any corrupt,
practices mentioned here under shall be punishable with imprisonment which may extend up to 6 months or with a fine which may extend it up to 1,000 rupees or with both. എന്നാണ്. അതായത് 4Bയിലെ അഴിമതി നടത്തലിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണസമിതിയിലെ തെരഞ്ഞെടുപ്പിന് മുൻപോ അല്ലെങ്കിൽ ആ സമയത്തോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമോ ഉള്ള ഏതൊരാളും അല്ലെങ്കിൽ ഓഫീസ് നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ പ്രത്യേക പ്രതിനിധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും അഴിമതിവൽക്കരണം നടത്തപ്പെട്ടാൽ 6 മാസക്കാലം വരെ നീട്ടാവുന്ന തടവും അല്ലെങ്കിൽ 1000 രൂപ വരെയുള്ള പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. അതിൽ ഈ 1000 രൂപ എന്നുള്ള ഫൈന് 5000 രൂപയായിട്ട് മാറ്റി. അതാണ് 4Bയിൽ പറയുക. 1000 എന്നുള്ള ആ വാക്കിന് പകരം 5000 ആയി മാറ്റി. ഇനി അടുത്തത് സബ്സെക്ഷൻ 5 ഇൻ ക്ലോസ് ബി. സബ്സെക്ഷൻ 5 ക്ലോസ് ബി ഫോർ ദ വേർഡ്സ് 5,000 ദ വേർഡ്സ് 10,000 ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. 5ാമത്തെ വകുപ്പിൽ ബി എന്ന് പറയുന്ന ക്ലോസിൽ ഖണ്ഡത്തിൽ 5000 എന്ന വാക്കിന് പകരം 10000 എന്നായിട്ട് വാക്ക് ചേർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ ക്ലോസിൽ എനി എംപ്ലോയർ ഓർ ഓഫീസർ ഹൂ വിത്തൗട്ട് സഫിഷ്യൻറ്റ് കോസ്, അതിൽ ബിയിൽ പറയുന്നുണ്ട് ഫെയിൽസ് ടു പേ ടു എ സൊസൈറ്റി ദ എമൗണ്ട് ഡിഡക്റ്റഡ് ബൈ ഹിം അണ്ടർ ദാറ്റ് സബ്സെക്ഷൻ വിതിൻ എ പീരീഡ് ഓഫ് 7 days from the date of which such a deduction is made shall be punishable with a fine which may extend to 5,000 rupees എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ സബ്സെക്ഷൻ ബി എന്ന് പറയുന്ന ആ ഖണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതെങ്കിലും നിയമനാധികാരിയോ ഓഫീസറോ മതിയായ കാരണമില്ലാതെ പ്രസ്തുത ഉപവകുപ്പ് പ്രകാരം അദ്ദേഹം കിഴിവ് ചെയ്ത തീയതി മുതൽ 7 ദിവസത്തിനകം മേൽത്തുക സംഘത്തിലടയ്ക്കാതിരുന്നാൽ, അപ്പോൾ ശമ്പളത്തിൽ നിന്നും കുറവ് ചെയ്യാൻ പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എന്ന് പറയുന്ന ക്ലോസിൽ പറഞ്ഞിരിക്കുന്നു. 5ാമത്തെ ക്ലോസിൽ 5ാമത്തെ സബ്സെക്ഷനിൽ എന്ന് പറയുന്ന ക്ലോസിൽ 37ാം വകുപ്പ് 2ാം വകുപ്പ് പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള പോലെ ഏതെങ്കിലും തുക കിഴിവ് ചെയ്യുന്നതിന് വിസമ്മതിക്കുകയോ എന്ന് പറയുന്നു. അങ്ങനെ ബിയിൽ പിന്നെ പറയുന്നു ആ കിഴിവ് ചെയ്ത തുക, കിഴിവ് ചെയ്ത തീയതി മുതൽ ആ തുക 7 ദിവസത്തിനകം സംഘത്തിലടയ്ക്കാതിരുന്നാൽ ആ ഉദ്യോഗസ്ഥരിൽ നിന്നും ശിക്ഷയായ 5000 രൂപ വരെ പിഴ ഈടാക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. ആ 5000 എന്നുള്ളത് 10000 ആയിട്ട് മാറ്റി. അതുപോലെ ഇൻ സബ്സെക്ഷൻ 6 ഫോർ ദ വേർഡ്സ് 5,000 ദ വേർഡ്സ് 10,000 ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. 6ാമത്തെ സബ്സെക്ഷനിൽ ഇഫ് എനി പേഴ്സൺ കളക്ടിങ് ദ ഷെയർ മണി ഫോർ എ സൊസൈറ്റി ഇൻ formation does not deposit the same in the state cooperative bank or postal savings bank or in any other bank approved by the registrar within 14 days of its receipt, he shall be punishable with the fine which may extend to 5,000 rupees. അതും 6ാമത്തെ സബ്സെക്ഷനിൽ 5,000 എന്നായിരുന്നു, അത് 10000 ആയിട്ട് മാറ്റി. അതായത് ഓഹരി തുക നിക്ഷേപിക്കാതിരുന്നാലുള്ള ശിക്ഷയെ പറ്റിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു സംഘം രൂപീകരിക്കുന്നതിനായിട്ട് ഏതെങ്കിലും വ്യക്തി ഓഹരി തുക ശേഖരിക്കുകയും ആ തുക കൈപ്പറ്റി 14 ദിവസത്തിനകം സംസ്ഥാന സഹകരണ ബാങ്ക് അല്ലെങ്കിൽ ഒരു മധ്യ സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിലോ അല്ലെങ്കിൽ രജിസ്ട്രാർ അംഗീകരിച്ച ഏതെങ്കിലും ബാങ്കിലോ അടയ്ക്കേണ്ടതും അല്ലെങ്കിൽ അയാൾ ശിക്ഷാർഹനായിരിക്കുന്നതും അയാളിൽ നിന്ന് 5000 രൂപ വരെ പിഴ ഈടാക്കാവുന്നതുമാണ് എന്നുള്ളതാണ്. ആ 5000 ആണ് 10000 ആക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് 6ാമത്തെ സബ്സെക്ഷനിൽ വന്നിരിക്കുന്ന മാറ്റം. ഇനി 7ാമത്തെ സബ്സെക്ഷനിൽ
ആ ഫൈൻ വീണ്ടും മാറ്റിയിട്ടുണ്ട്. അതും 5,000 ആയിരുന്നു, അത് 10,000 മാറ്റി. എന്താണ് 7ാമത്തെ സബ്സെക്ഷൻ പറയുന്നത് നോക്കാം. ഇഫ് എനി പേഴ്സൺ കളക്ടിങ് ദ ഷെയർ മണി for a society in formation makes use of the funds so raised for conducting any trade or business in the name of the society to be registered, or otherwise he shall be punishable with the fine which may extend to 5,000 rupees എന്നാണ്. അത് 10,000 rupees ആയിട്ട് മാറ്റി. അതായത് സംഘം രൂപീകരണത്തിനായിട്ട് പിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി രജിസ്റ്റർ ചെയ്തതോ അല്ലാത്തതോ ആയ സംഘത്തിൻ്റെ പേരിൽ വാണിജ്യമോ വ്യാപാരമോ നടത്തുന്നതിനായിട്ട് ആ തുക വിനിയോഗിക്കുകയാണെങ്കിൽ അത് ശിക്ഷാർഹമായിരിക്കും. 5,000 രൂപ വരെ പിഴ ഈടാക്കാവുന്നതുമാണ്. ഓഹരി തുക അനാവശ്യമായിട്ട് ഉപയോഗിച്ചാലുള്ള ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. അത് 5,000 ആയിരുന്നു ഫൈന്, അത് 10,000 മാറ്റി. ഇനിയും 7ാമത്തെ ക്ലോസിന് ശേഷം 7A എന്നും പറഞ്ഞൊരു സബ്സെക്ഷൻ. ഇപ്പോൾ 7ാമത്തെ ക്ലോസ് കഴിഞ്ഞ 8ആണ് നിലവിലുള്ളത്. 8ാമത്തെ ക്ലോസിന് മുമ്പായിട്ട് 7A എന്ന് പറയുന്നൊരു ക്ലോസ്. അതിൽ ഫോർ ദ വേർഡ്സ് 5,000 ദ വേർഡ്സ് 10 അത് 7ാമത്തെ ക്ലോസിലാണ് ഇപ്പം നമ്മൾ കണ്ടത് 5,000 എന്നുള്ളത് 10,000 മാറ്റി. ഇനി അതിന് ശേഷം 7A the following shall be added as subsection 7A, namely 7A, any chief executive and the committee of the cooperative society who contravenes the provisions of subsection 3 of section 59 shall be punishable with the fine which may extend to 10,000 rupees. അതായത് ഏതെങ്കിലും സഹകരണ സംഘത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവോ കമ്മിറ്റിയോ 59ാം വകുപ്പ് 3ാം വകുപ്പിലെ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ 10,000 രൂപ വരെയാകാവുന്ന പിഴ ശിക്ഷ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. 59ാം വകുപ്പിലെ 3ാം വകുപ്പിലെ വ്യവസ്ഥകൾ ലംഘിക്കുക. 59ാം വകുപ്പ് എന്താ പറയുക? റെസ്ട്രിക്ഷൻ ഓൺ ലോൺസാണ്. ആ റെസ്ട്രിക്ഷൻസ് ഓൺ ലോൺസാണ് ഇത് വായ്പ നൽകുന്നതിനുള്ള നിയന്ത്രണങ്ങളെ പറ്റിയാണ് 59ാം വകുപ്പിൽ പറഞ്ഞത്. 59ാം വകുപ്പിലെ 3ാം വകുപ്പിലെ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ 10,000 രൂപ വരെയുള്ള ശിക്ഷ കൊടുക്കാവുന്നതാണ്. 7A ഒരു പുതിയ ക്ലോസ് കൊണ്ടുവന്നിരിക്കുകയാണ്. 7A എന്ന് പറയുന്ന ഒരു സബ്സെക്ഷൻ കൊണ്ടുവന്നിരിക്കുക. അതിനുശേഷം നിലവിലുള്ള 8ാമത്തെ സബ്സെക്ഷനും 8A എന്ന് പറയുന്ന സബ്സെക്ഷനും 9ാമത്തെ സബ്സെക്ഷനും ഒക്കെ തുടരും. പിന്നെ ഇതിനകത്ത് മാറ്റം വരുന്ന 10ാമത്തെ സബ്സെക്ഷനിലാണ്. ഇൻ സബ്സെക്ഷൻ 10 ഫോർ ദ ബ്രാക്കറ്റ്സ്, ഫിഗേഴ്സ്, സിംബൽസ് ആൻഡ് വേർഡ്സ് 6 and 7, the bracket, figures, symbols, word and letter 6, 7 and 7A shall be substituted. അതായത് 10ാമത്തെ സബ്സെക്ഷനിൽ ദി വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 68A shall have power of litigation and power to make complaints before a court of law in respect of offences mentioned in subsection 2, 3, 4, 5, 6 and 7 of ദിസ് സെക്ഷൻ സബ്ജക്റ്റ് ടു സെക്ഷൻ 95 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സബ്സെക്ഷൻസ് 2, 3, 4, 5, 6, 7 എന്നാണ്. അപ്പോൾ പുതുതായിട്ട് വന്ന സബ്സെക്ഷൻ 7A കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുക. അതേ ഉള്ളൂ. അത് ഇപ്പോൾ പുതുതായിട്ട് വന്ന 7A കൂടെ ചേർക്കണം. ഇത്രയാണ് അതിനകത്ത് വന്ന മാറ്റം. ഇനി അടുത്ത 95ാമത്തെ വകുപ്പിലുള്ള മാറ്റമാണ്. സെക്ഷൻ 95 കോഗ്നൈസൻസ് ഓഫ് ഒഫൻസസ്. അതാണ്, അതായത് കുറ്റങ്ങളുടെ വിചാരണാധികാരത്തെ പറ്റിയാണ് 95 എന്ന് പറയുന്നത്. കുറ്റങ്ങളുടെ വിചാരണാധികാരം. അപ്പം അതിനകത്ത് എന്താണ് മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം.
In subsection 4 of section 95, for the brackets, figures, symbols and word 2, 3, 4, 5, 6 and 7, the bracket, figures, symbols, word and letter 2, 3, 4, 5, 6, 7 and 7a shall be substituted. അത്രയേ ഉള്ളൂ അതിനകത്ത് ഈ no prosecution shall be instituted under subsection 2, 3, 4, 5, 6 and 7 of section 94 without the previous sanction of the registrar എന്നാണ് പറഞ്ഞത്. 4-ാമത്തെ ഉപവകുപ്പിൽ 95-ാമത്തെ രജിസ്ട്രാറുടെ മുൻകൂട്ടിയുള്ള അനുവാദം അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വകുപ്പ് 94 ഉപവകുപ്പുകൾ 2, 3, 4, 5, 6, 7 എന്നിവ പ്രകാരം വിചാരണ നടപടികൾ എടുക്കുന്നത് രജിസ്ട്രാറുടെ മുൻകൂട്ടിയുള്ള അനുമതി ഇല്ലാതെ സ്ഥാപിക്കാവുന്നതല്ല എന്നാണ്. അതായത് 7 വരെയുള്ള ഉപവകുപ്പ് കൂടാതെ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്ന 7A കൂടെ അവിടെ ചേർക്കണം. 7A എന്ന കൂടെ അവിടെ ചേർക്കുക. അത്രേ അതിനകത്ത് മാറ്റം വരുന്നുള്ളൂ. അതാണ് കോഗ്നൈസൻസ് ഓഫ് ഒഫൻസസ്. ഇനി അടുത്തത് 106 എന്ന് പറയുന്ന ഒരു പുതിയ വകുപ്പാണ്. ഇൻസർഷൻ ഓഫ് ന്യൂ സെക്ഷൻ 106. അത് നിലവിലില്ലാത്ത ഒരു വകുപ്പാണ്. അത് പുതുതായിട്ട് കൊണ്ടുവരികയാണ്. പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്, അതാണ് വൈഷമ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം എന്നാണ് ആ വകുപ്പിൻ്റെ പേര്. 106A എന്നാണ് ആ വകുപ്പിൻ്റെ. 106 എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ഫോർ ആക്ട്സ് ഡൺ ഫോർ പർപ്പോർട്ടിംഗ് ടു ബി ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. അതാണ് 106-ാമത്തെ വകുപ്പിൽ പറഞ്ഞിരിക്കുക. 106-ാമത്തെ വകുപ്പിൽ ഉത്തമ വിശ്വാസത്തോടെ ചെയ്തതോ ചെയ്യാൻ ഉദ്ദേശിച്ചതോ ആയ പ്രവൃത്തികൾക്ക് ദണ്ഡവിമുക്തി എന്നുള്ളതാണ്. ഇമ്മ്യൂണിറ്റി ഫോർ ആക്ട്സ് ഡൺ ഓർ പർപ്പോർട്ടിംഗ് ടു ബി ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. അത് കഴിഞ്ഞിട്ട് 106A. അപ്പോൾ ഈ 106 എന്ന് പറയുന്ന വ്യവഹാരവും വിചാരണയും അതിനെപ്പറ്റിയാണ് പറയുക. 106A എന്ന് പറയുന്നത് ഈ വൈഷമ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരമാണ്. അതായത് പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. അതായത് ഈ 2023 അമെൻഡ്മെൻറ്റ്സ് വന്നതുകൊണ്ട് അത് നടപ്പിലാക്കാൻ ആർക്കെങ്കിലും വൈഷമ്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ സർക്കാരിന് ഒരു സാധാരണയായിട്ടോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടോ ഒരു ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് ആ വൈഷമ്യങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നത് ഔദ്യോഗിക ഗസറ്റിൽ പരസ്യം ചെയ്ത് മാറ്റി അത് നീക്കം ചെയ്യാം എന്നുള്ളതാണ്, മാറ്റാവുന്നതാണ്. ആ വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലാത്ത തരത്തിൽ അങ്ങനെ പുതിയ വ്യവസ്ഥ ഉണ്ടാക്കാവുന്നത് നമുക്ക് നോക്കാം. അതാണ് 106A എന്ന് പറയുന്നത്. പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. If any difficulty arises in giving effect to the provisions of this Act as amended by the Kerala Cooperative Societies Amendment Act 2023, the state government may, by general or special order published in the official gazette, make such provisions not inconsistent with the provisions of this Act as which appear it to be necessary or expedient for removing the difficulty. പിന്നെ താഴെ പറയുന്നു, provided that no such order shall be made after the expiry of a period of 2 years from the commencement of the Kerala Cooperative Societies Amendment Act 2023. അതായത് 2023 കേരള സഹകരണ സംഘ ഭേദഗതി ആക്ട് പ്രകാരം ഭേദഗതി വരുത്തിയ ആക്ടിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് എന്തെങ്കിലും വൈഷമ്യങ്ങൾ ഉണ്ടാകുന്ന പക്ഷം സംസ്ഥാന സർക്കാരിന് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായതോ പ്രത്യേകമായതോ ആയ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡേഴ്സ് എന്ന് പറയുന്നു. അങ്ങനെ പൊതുവായതോ പ്രത്യേകമായതോ ആയ ഉത്തരവ് മുഖേന പ്രസ്തുത വൈഷമ്യം നീക്കം ചെയ്യുന്നതിന് ആവശ്യമെന്നോ യുക്തമെന്നോ അതിന് തോന്നുന്ന ഈ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലാത്ത തരത്തിൽ വ്യവസ്ഥകൾ ഉണ്ടാക്കാവുന്നതാണ്. എന്നാൽ അപ്രോഷം പറയാണ്, എന്നാൽ provided that no such order shall be made after the expiry of a period
ഓഫ് 2 years ഫ്രം ദ കമൻസ്മെൻറ്റ് ഓഫ് ദ KCS അമെൻഡ്മെൻറ്റ് ആക്ട് 2023. എന്നാൽ 2023 കേരള സഹകരണ സംഘ ഭേദഗതി ആക്ടിൻ്റെ പ്രാരംഭം മുതൽ 2 വർഷ കാലാവധി അവസാനിച്ച ശേഷം അങ്ങനെയുള്ള യാതൊരു ഉത്തരവും പുറപ്പെടുവിക്കാൻ പാടുള്ളതല്ല. 2 വർഷക്കാലത്തേക്ക് മാത്രം. അതായത് നമ്മൾ ഈ അമെൻഡ്മെൻറ്റ് വരുത്തി 2023 അമെൻഡ്മെൻറ്റ് വരുത്തി ഔദ്യോഗികമായിട്ട് ഗസറ്റ് വിജ്ഞാപനം വന്ന് ആ തീയതി മുതൽ 2 വർഷക്കാലത്തേക്ക് മാത്രമേ ഇങ്ങനെ ഉള്ള ഒരു ഇളവുള്ളൂ. എന്തെങ്കിലും വൈഷമ്യങ്ങളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിനുള്ള, മാറ്റം ചെയ്യുന്നതിനുള്ള ഒരു അധികാരം ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും അതിൻ്റെ രണ്ടാമത് വേറൊരു ക്ലോസ് പറയുന്നുണ്ട്. എവരി ഓർഡർ മെയ്ഡ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി ലെയ്ഡ് ആസ് സൂൺ ആസ് മേ ബി ആഫ്റ്റർ ഇറ്റ് ഈസ് മെയ്ഡ് ബിഫോർ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഈ വകുപ്പിൻ കീഴിൽ പുറപ്പെടുവിക്കുന്ന ഏതൊരു ഉത്തരവും പുറപ്പെടുവിച്ചാൽ ഉടൻ തന്നെ നിയമസഭ മുമ്പാകെ വെക്കേണ്ടതാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി മുമ്പാകെ വെക്കണം, നിയമസഭ മുമ്പാകെ വെക്കണം. അത് ഈ വകുപ്പിൻ കീഴിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ 106A പറഞ്ഞിരിക്കുന്ന ഉണ്ടല്ലോ, ഒരു വൈഷമ്യം നീക്കം ചെയ്യുന്നതിന് സർക്കാർ ഔദ്യോഗികമായിട്ട് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ പുറപ്പെടുവിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഉടൻ തന്നെ നിയമസഭ മുമ്പാകെ വയ്ക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഒരു ഷെഡ്യൂളുണ്ട്. 2-3 ഷെഡ്യൂളുണ്ട്. അതിൽ ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് ചെറിയൊരു മാറ്റമുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് ശരിക്കും ഈ അപ്പെക്സ് സ്ഥാപനങ്ങളെ പറ്റിയാണ് പറയുക. ഷെഡ്യൂൾ 1 അത് സെക്ഷൻ 83A നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തറിയാം. അതായത് അതിനകത്ത് ഷെഡ്യൂൾ 1 പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അപ്പെക്സ് സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം കേരള പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടുകൊടുത്തുകൊണ്ട് നേരത്തെ സർക്കാർ ഓർഡർ പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ ഈ ഷെഡ്യൂൾ 1 അപ്പെക്സ് സ്ഥാപനങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഈ അപ്പെക്സ് സ്ഥാപനങ്ങൾ ഇപ്പം നിലവിൽ 15 എണ്ണമാണുള്ളത്. ഇനി അതൊരു 4 എണ്ണം കൂടെ ആഡ് ചെയ്യുകയാണ് ഈ കൂടെ. ഈ 15 എണ്ണത്തിന് മുമ്പ് ശരിക്കും 29 ഉണ്ടായിരുന്നു. അതായത് 16 മുതൽ 29 വരെ ഉള്ളത് 14 ജില്ലാ ബാങ്കുകളായിരുന്നു. അപ്പോൾ ജില്ലാ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം വഴി 14/2/19 പബ്ലിഷ് ചെയ്ത ഗസറ്റ് വിജ്ഞാപനം പ്രകാരം 351 ഗസറ്റ് വിജ്ഞാപന പ്രകാരം അത് ഇതിൽ നിന്ന് മാറ്റി ഒഴിവാക്കി. കാര്യം ജില്ലാ ബാങ്കുകൾ പിന്നെ ഇല്ല. അത് 2019 അമെൻഡ്മെൻറ്റിലാണ് അത് വരുത്തിയിരിക്കുന്നത്. കാര്യം അത് ഈ മർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ 14 ജില്ലാ ബാങ്കുകൾ ഇതിൽ നിന്ന് മാറിയതോടുകൂടി അതിനകത്ത് വരുന്നില്ല. പോയിട്ട് 15 എണ്ണം ആണ് നിലവിലുള്ളത്. ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറയാം. ഒന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, രണ്ടാമതായിട്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, പിന്നെ 3 കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ്സ്, അടുത്തത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ, അടുത്തത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അടുത്തത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റൂറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അടുത്തത് കേരള കേരകർഷക സഹകരണ ഫെഡറേഷൻ, കേരഫെഡ് എന്ന് അറിയപ്പെടുന്നത്. അതിനടുത്തത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ്, മത്സ്യഫെഡ് എന്നറിയപ്പെടുന്നത്. അടുത്തത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കൺസ്യൂമർ ഫെഡ്. അടുത്തത് കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കാപ്പെക്സ് എന്നറിയപ്പെടുന്നത്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഹാൻഡെക്സ്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ
കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ കയർഫെഡ്. ലാസ്റ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ടെക്സ്റ്റ് ഫെഡ്. ഇങ്ങനെ 15 എണ്ണമാണ് നിലവിൽ ഉള്ള പെക് സ്ഥാപനങ്ങൾ. ഇനി 16-ാമതായിട്ട് നമ്മൾ ചേർക്കണം കേരള സ്റ്റേറ്റ് വുമൺ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ. അപ്പോൾ ഇൻ ഷെഡ്യൂൾ 1 ഓഫ് ദ മുനിസിപ്പൽ ആക്ട് ആഫ്റ്റർ സീരിയൽ നമ്പർ 15 the following serial numbers and entries shall be added, namely 16 കൊടുത്തിട്ട് കേരള സ്റ്റേറ്റ് വുമൺ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് വനിതാ ഫെഡ്. അടുത്ത് നമ്പർ 17 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ടൂറിസം ഫെഡ് ലിമിറ്റഡ് ടൂർ ഫെഡ്. 18 കേരള സ്റ്റേറ്റ് ലേബർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ ലേബർ ഫെഡ്. അടുത്ത 19 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് ഹോസ്പിറ്റൽ ഫെഡ്. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് വനിതാ ഫെഡ്, ടൂർ ഫെഡ്, ലേബർ ഫെഡ്, ഹോസ്പിറ്റൽ ഫെഡ്. ഇങ്ങനെ 4 ഫെഡറേഷനുകൾ കൂടി 16, 17, 18, 19 നമ്പറുകളിലായിട്ട് ഈ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതോടുകൂടി ഈ അമെൻഡ്മെൻറ്റ് എല്ലാം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൽ വന്ന മാറ്റങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളിതെല്ലാം നന്നായി പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ സശ്രദ്ധ എല്ലാം മാറ്റങ്ങളെല്ലാം പഠിക്കുക. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം ഇതിൽ നിന്ന് ഏത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ. അതിന് ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് വീണ്ടും അടുത്ത ഒരു ക്ലാസ്സിൽ പുതിയൊരു ഭാഗമായിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.